ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് ഒരു ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാം എന്നൊന്ന് നോക്കിയാലോ? അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാൻ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറുകപ്പട്ട, പിന്നെ കൊത്തിയരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, അതേപോലെ തന്നെ തക്കാളി, കറിവേപ്പില, പിന്നെ മസാലപ്പൊടികളും കുരുമുളക് പൊടിയുമാണ്. അപ്പോൾ ഇത്രയും ഐറ്റംസും മതി നമുക്ക്. പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ അല്ലേ, അതൊക്കെ നമുക്ക് വഴിയേ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ചട്ടി നേരെ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് സ്പൈസസ്, അതായത് കറുകപ്പട്ടയും കുറച്ച് ജീരകവും ഇട്ടതിന് ശേഷം നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇതേപോലെ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നമുക്ക് ചേർത്ത് കൊടുക്കാം. പൊടിയായിട്ട് അരിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാൻ പറ്റും. അതുമാത്രമല്ല നല്ല ഗ്രേവിയുമായിരിക്കും. ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ബാക്കിയുള്ള ഐറ്റംസ് കൂടെ ചേർത്ത് കൊടുക്കാം. അതായത് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, ഇതെല്ലാം ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ആ എണ്ണയിലിട്ടിട്ട് എണ്ണ തെളിയുന്നവരെ ഏകദേശം ബ്രൗൺ കളറാകുന്നവരെ നമുക്കിതിനെ ഒന്ന് വഴറ്റാനുണ്ട് കേട്ടോ. അപ്പോൾ അതുവരെ നമുക്ക് നല്ലതുപോലെ തന്നെ എണ്ണയിലിട്ട് പെട്ടെന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നീട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഈ സമയത്ത് തന്നെ അങ്ങോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതൊന്നും മൊരിഞ്ഞങ്ങോട്ട് കിട്ടും. അപ്പോൾ എന്തായാലും നമ്മളുടെ സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് വരുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഐറ്റംസൊക്കെ റെഡിയാക്കി ചേർത്ത് അങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ എന്തായാലും നമ്മളുടെ കൂട്ടുകൾ ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇതാ കണ്ടല്ലോ, നമ്മൾ ചിക്കനോ അല്ലെങ്കിൽ ബീഫൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും സവാള ഈ രീതിയിൽ തന്നെ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുത്തിട്ട് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറിക്ക് രുചിയും കൂടും, അതുപോലെ തന്നെ നല്ല കളറും ഉണ്ടാകും, നല്ല ടേസ്റ്റുമായിരിക്കും കേട്ടോ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സവാളയുടെ ആ നേരിയതായിട്ടുള്ള മധുരപ്പൊക്കെ എല്ലാം മാറി നല്ല ടേസ്റ്റി ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഇനി നമുക്ക് കുരുമുളക് പൊടിയും ചിക്കൻ മസാലയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതും ആ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാനുണ്ട്. അങ്ങനെ ഇത് എല്ലാം കൂടി ചേർത്തിട്ട് മൺചട്ടിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റി പച്ചമണമൊക്കെ മാറ്റിയെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് മരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൺചട്ടിയിൽ ഉണ്ടാകുമ്പോഴത്തേക്കും മസാലപ്പൊടികൾ ചേർക്കുമ്പോഴത്തേക്കും സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തിട്ട് തന്നെ ചേർക്കുക. കാരണം മൺചട്ടി പെട്ടെന്ന് തന്നെ ചൂടായിട്ട് നല്ല ചൂടിൽ തന്നെ ഇരിക്കുന്നതായിരിക്കും. നമ്മൾ സാധാരണ ചീനച്ചട്ടിയിലോ മറ്റ് സ്റ്റീൽ ചട്ടികളിലോ ഉണ്ടാക്കുന്നത് പോലെ ആയിരിക്കില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മളുടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് റെഡിയാക്കി എടുക്കാം. അങ്ങനെ ഇതെല്ലാം റെഡിയായിട്ട് വരുന്നുണ്ട്. ഇനി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഗ്രേവി പരുവമാക്കി എടുക്കണം. അപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെ ഗ്രേവി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആ മസാലക്കൂട്ടുകളെല്ലാം കൂടി അങ്ങോട്ട് ചിക്കനിലേക്ക് അങ്ങോട്ട് നല്ലതുപോലെ അങ്ങോട്ട് പെരട്ടി അങ്ങോട്ട് ഇട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് ഒരിത്തിരി വലിപ്പമുള്ള പീസുകളായിട്ട് മുറിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു അധികമായിട്ട് വെന്തും പോവില്ല. അതുമാത്രമല്ല കറി ഒന്ന് ഇരുന്നൊക്കെ കഴിയുമ്പോഴത്തേക്കും ഒരു പ്രത്യേക രുചി തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും വലിയ പീസുകളായിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഏറ്റവും കൂടുതൽ രുചികരമായിട്ടിരിക്കുന്നത് വലിയ പീസിന് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളുടെ ഗ്രേവിയൊക്കെ ഇവിടെ ഇങ്ങനെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇവനെ നമുക്ക് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് ആ ചാറൊക്കെ ഒന്ന് പറ്റിച്ചൊക്കെ എടുക്കാം. ഇപ്പോൾ ഒന്ന് മസാലയൊക്കെ ഒന്ന് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് നമ്മളുടെ ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ തുറന്നു നോക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മളുടെ കറി അങ്ങോട്ട് കുറുക്കി നല്ല സെറ്റായിട്ടൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ കറി, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പരിപാടി. പ്രത്യേകിച്ച് യാതൊരു പരിപാടിയും ഇല്ല. ഇതേപോലെ ഇങ്ങനെ ഒന്ന് ഫോളോ ചെയ്ത് പോയാൽ മാത്രം മതിയാവും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. സ്നേഹത്തോടെ അല്ലു.